ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, നമുക്കൊരു ബോളി ഉണ്ടാക്കിയാലോ? ഈ സേമിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ബോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്ന കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് വയ്ക്കുക. കുക്കറിലിട്ടിട്ട് അത് നികക്ക വെള്ളം ഒഴിക്കണം. നികക്ക വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 വിസിൽ വരെ അടിക്കുക. 3 വിസിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിരിക്കും. തോനെയും വേണ്ട, ഒരുപാട് വെന്താൽ ഇതിൻ്റെ വെള്ളം ഊർന്നു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നിടം വരെ ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റുക. അപ്പോൾ സ്റ്റീമെല്ലാം പോയി ഞാൻ അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം, ഔട്ടർ കവറിങ്ങിന് വേണ്ടി. അതിലേക്ക് ഞാൻ 1.25 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഈ പ്രൊഫഷണൽസൊക്കെ ആണെങ്കിൽ ഇതിൽ ഫുഡ് കളർ ചേർക്കാം. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. കുറച്ചും കൂടെ ഒരു ലൂസായിരിക്കണം, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്ന പരുവം കേട്ടോ, ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഓയിൽ കണ്ട് പേടിക്കണ്ട, ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. എക്സസ് ആവുന്ന ഓയിൽ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിലും ഇതുപോലെ ഓയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ജാതിക്ക വേണം. ജാതിക്ക മസ്റ്റായിട്ട് വേണം, അത് ജാതിക്കയുടെ ഫ്ലേവർ വേണം. ജാതിക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരുന്ന പരിപ്പ് ഒരു പാനിൽ അടപ്പ് വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം. ഇത് 1 കപ്പ് കടലപ്പരിപ്പാണ്, അതിന് ഞാൻ 1 കപ്പ് സെയിം കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയും കടലപ്പരിപ്പും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. ചിലർ ഈ പരിപ്പ് അരച്ചിട്ട് ഇതിലേക്ക് ഇടുന്നവരുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ കടലപ്പരിപ്പിലേക്ക് ഈ പഞ്ചസാരയുടെ ഇത് ടേസ്റ്റ്, മധുരം പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതെല്ലാം മെൽറ്റായി. നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ജാതിക്കയുടെ പൊടി ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഏലക്കപ്പൊടിയും കുറച്ചിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആവല്ലേ, കുറച്ച് വറ്റിയിട്ട് നമ്മളിത് ആറാൻ വയ്ക്കുക. ആറിയിട്ടിത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവ് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ വെല്ലം പുരട്ടിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 1 കപ്പിന് 13 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മൈദമാവില്ലേ, അത് കുറച്ചെടുത്ത്, എത്രയും കുറച്ചെടുക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിൽ ഓയിലൊക്കെ തേച്ചിട്ട് ഇത് കയ്യിൽ വെച്ച് കൈയുടെ വെള്ളം വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് നമ്മുടെ ഈ ഉരുളകളുണ്ടല്ലോ, അതിലൊരു ഉരുള എടുത്ത് ഇതിലേക്ക് വെച്ച് നന്നായി കവർ ചെയ്ത് എടുക്കുക. കവർ ചെയ്തിട്ട് നമ്മൾ മുകളിൽ വരുന്ന ഇതുണ്ട്, എക്സസ് ആയിട്ട് വരുന്ന മൈദമാവ് നമ്മളതിന് ഇങ്ങനെ ഇതുപോലെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ മാറ്റിക്കളയണം കേട്ടോ. ഒരുപാട് മൈദമാവ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബോളി കട്ടിയായിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് എത്രയും നമ്മൾ ഈ ഉരുളയുടെ പകുതി എടുക്കുക. പ്രൊഫഷണൽസൊക്കെ പറയുന്ന ഈ ഉരുളയുടെ പകുതി മൈദമാവ് എടുത്താൽ മതിയെന്നാണ് പറയുന്നത്. അത് നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇത് പൊട്ടാതെ ഉപയോഗിക്കാൻ പറ്റും. ആദ്യമൊക്കെ ചെയ്യുന്നവർക്കിത് കുറച്ച് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഇത് പൊട്ടാതെ നമുക്കെടുക്കാം. അപ്പോൾ ഈ ഉരുള ആദ്യം ഞാൻ ഉരുട്ടിയിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ടാണ് വെച്ചത്. എന്നിട്ട് ഞാൻ പരത്തി നോക്കിയപ്പോൾ നന്നായിട്ട് പരത്തിയൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ ഇത് എടുക്കാൻ പോയപ്പോൾ അത് ജസ്റ്റ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഓയിൽ വെച്ച് പരത്തുന്നതിലും നല്ലത് നമുക്ക് കുറച്ച് പൊടി ഇതിനകത്ത്, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി ആഡ് ചെയ്യത്തില്ലേ, അതുപോലെ ഇതിനകത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ പരത്തിയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാമത് തൊട്ട് ഞാൻ ചെയ്തപ്പോൾ ഇതിലേക്ക് ഞാൻ പത്തിരിപ്പൊടി ഉപയോഗിച്ചു. നമ്മുടെ അരിപ്പൊടി ഉണ്ട്, മൈദയൊന്നും ഉപയോഗിക്കില്ല. അരിപ്പൊടി നമ്മൾ ഇടിയപ്പം, പിന്നെ
പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയുണ്ടല്ലേ, നൈസ് പൊടി, അത് വെച്ചിട്ട് ഈ ഉരുളകൾ ഉരുട്ടിയത് ഞാൻ ആ പത്തിരിപ്പൊടി മുക്കിയിട്ട് പരത്തി. അപ്പോൾ നല്ല ഈസി ആയിട്ട് പരത്താൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ പത്തിരിപ്പൊടി മുക്കിയിട്ട് നല്ലതായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കും. ഓരോന്നും നമ്മളിങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടാനും പാടില്ല, എന്നാൽ ഇതിൻ്റെ എഡ്ജെല്ലാം നല്ലതായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരത്തുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കണം. നമ്മൾ ഇങ്ങനെ പരത്തി വരുന്നത് പരത്തി വെക്കാതെ അപ്പം തന്നെ ചുട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. പരത്തി ഇങ്ങനെ വെച്ചിരുന്ന അത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഞാനിങ്ങനെ അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് പരത്തി അടുത്ത് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡ് ഇടുക, വീണ്ടും അടുത്ത സൈഡ് ഇടുക, എന്നിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും അതുപോലെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഉണ്ടോ, നമ്മൾ പൂരിയൊക്കെ പൊള്ളി വരുന്നതൊക്കെ നന്നായിട്ട് പൊള്ളി വരും ഇത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഒരു ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഓയിലൊക്കെ പുരട്ടി ഇങ്ങനെ മുരിച്ചെടുക്കുക. ഒരുപാടങ്ങ് മുരിയൊന്നും വേണ്ട, ഒരു ലൈറ്റ് കളർ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരത്തുന്നത് എത്ര കനം കുറച്ച് പരത്താമോ അത്രയും നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ കവർ ചെയ്യുന്നതും പൊട്ടിപ്പോവുകയും ചെയ്യരുത്. എത്ര മാവ് കുറച്ചെടുക്കുമോ അത്ര എടുക്കുക. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ചട്ടുകൊക്കെ വെച്ചാലുണ്ടല്ലോ ഇതങ്ങ് പൊടിഞ്ഞു പോകും. കനം കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം വെച്ചേ നമുക്കിത് മറിച്ചിടാൻ പറ്റും. എൻ്റെ കയ്യിൽ അങ്ങനെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചട്ടുകം വെച്ചത്. അതുകൊണ്ട് ഈ ചട്ടുകം തട്ടുന്നുണ്ട് എല്ലാം ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കൈ സ്പാച്ചില പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പം ഇങ്ങനെ പൊട്ടത്തില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നെഗറ്റീവ് കമൻ്റ് ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അത് നമ്മൾക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ പറഞ്ഞു തരുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചുട്ടു പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്ര മധുരപ്രിയല്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിക്കത്തില്ല, കുറച്ച് കഴിക്കും. അപ്പോൾ ഞാനിതെല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മൾ എന്നിട്ട് ഇത് നമ്മൾ എടുക്കുമ്പോഴല്ലോ ഒരു 3/4 മടക്കി വേണം ഇത് നമ്മൾ വെക്കാൻ. ബോളി അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ 3/4 മടക്കി വെക്കണം. എന്നിട്ട് ഞാൻ ഇത് ഒരെണ്ണം കൊണ്ട് അത്ര സോഫ്റ്റായത് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ സേമിയ പായസം ഒഴിച്ചു. എൻ്റെ സേമിയ ബ്രൗൺ ഷുഗർ ഇട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.